സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? ഇവിടെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, നടക്കാൻ പോലും സ്ഥലം കാണില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനൊന്നും അല്ല കേട്ടോ. ഈ ഒരു തിരക്ക് വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന്. ഭയങ്കര തിരക്കാണ്. ആ ഒരു ഒഴുക്കിൻ്റെ കൂടെ നടന്നു പോയെങ്കിലേ ഉള്ളൂ കേട്ടോ. നല്ല പൈസ ചിലവാക്കി നല്ല ഭംഗിയിൽ ഒരുപാട് ദൂരെയായിട്ട് പല പല ഡിസൈനിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിട്ടുള്ള യശ്വന്ത്പൂരാണ് നിൽക്കുന്നത്. ഞാൻ ട്രെയിനിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് ചുരുക്കി പറയാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ എന്തിനാണ് വന്നതെന്ന് പറയാം. മൈസൂർ ദസറ നടക്കുവാണ്. ഇന്നത്തെ ദിവസം അവസാനത്തെ ദിവസമാണ്. എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. മനസ്സിനകത്തൊരാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം സമയമുണ്ടായിരുന്നു, 10 ദിവസം സമയമുണ്ടായിരുന്നു, അപ്പോഴൊന്നും പോകാൻ തോന്നിയില്ല. അവസാന നിമിഷം ആയപ്പോഴത്തേക്കും ഒന്ന് പോകണമെന്ന് തോന്നുന്നു. കാര്യം അടുത്ത തവണയൊക്കെ ആകുമ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ കോവിഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അടച്ചു പൂട്ടുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണിയല്ലേ. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. എന്നാലും അങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിൽ വന്ന്, പിന്നെ മാത്രമല്ല നമുക്കും എന്തെങ്കിലുമൊക്കെ തിരക്കുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാലേ പോകാൻ പറ്റില്ല. അപ്പോഴെന്തായാലും ഞാൻ അവിടം വരെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുവാണ്. ഇന്നത്തെ ദിവസം അവസാന ദിവസമാണ്, ഒക്ടോബർ 2 അപ്പോൾ ഞാൻ ഈ യശ്വന്ത്പൂർ വരെ വന്നത് എല്ലാ ദിവസവും കുറച്ച് ഒതുങ്ങി നിൽക്കട്ടെ. അങ്ങനെ യശ്വന്ത്പൂർ വരെ വന്ന കാര്യം ഞാൻ പറയാം. ഞാൻ കൊല്ലത്തു നിന്നാണ് ട്രെയിൻ കയറിയത്. എല്ലാ ദിവസവും കൊച്ചുവേളിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നൊരു വണ്ടിയുണ്ട്. കൊച്ചുവേളിയുടെ പുതിയ പേര് തിരുവനന്തപുരം നോർത്ത്. അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന 12258 അങ്ങനെയാണ് ട്രെയിനിൻ്റെ നമ്പർ. ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. ഫുൾ AC ആണ്, 3rd AC ആണ് കംപ്ലീറ്റ് ആയിട്ടും. നല്ല നീറ്റായിട്ടുള്ള ട്രെയിനാണ് കേട്ടോ. അങ്ങനെ ആ ട്രെയിനകത്താണ് വന്നത്. ഞാൻ കൊല്ലത്തുനിന്ന് വൈകുന്നേരം 5:45 കയറിയത്. പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ യശ്വന്ത്പൂർ എത്തും. ഇവിടം വരെ വരുന്നതിന് 3rd ACക്ക് ടിക്കറ്റ് ചാർജ് 800 രൂപയാണ്. ഇത് നേരത്തെ കൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഒന്നും ഞാൻ ബുക്ക് ചെയ്തതല്ല. വൈകുന്നേരം വരാൻ വേണ്ടിയിട്ട് രാവിലെയാണ് പ്ലാൻ ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. ഈ ട്രെയിനിൽ മിക്കവാറും ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ രാത്രി സ്വസ്ഥമായി സുഖമായി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ യശ്വന്ത്പൂർ എത്തിയിരിക്കുകയാണ്. അപ്പോഴെന്തായാലും നമുക്ക് ഈ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ കൂടെയാണ് ഇങ്ങനെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ് കേട്ടോ. കുറേ കടകളൊന്നും ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് KSR ബാംഗ്ലൂരു എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും മൈസൂരേക്ക് ട്രെയിനുണ്ട്. 11:30 ട്രെയിൻ. ഇപ്പോൾ സമയം 10:20 ആയിട്ടുണ്ട്. ട്രെയിൻ കിട്ടുമോ? ആ ട്രെയിൻ കിട്ടുമോ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോഴെന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഇവിടെ നിന്നും നമുക്ക് KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക. അവിടെ നിന്നും മൈസൂരേക്ക് പോവുക. എന്നിട്ട് ആ ഒരു മൈസൂർ ദസറ നടക്കുന്ന ഗ്രൗണ്ടിലൊന്ന് നിൽക്കുക. അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും എന്ന് വെച്ചാൽ ഒരു 90% കടകളും അവധിയായിരിക്കും. ഇവിടെ എല്ലാം കടകളിൽ ഷട്ടർ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. അതുകൊണ്ട് എവിടെയെങ്കിലും പെട്ടുപോയാൽ പെട്ടതാണ് കേട്ടോ. ഞാനിങ്ങനെ ഉൾവഴികളിലൂടെ വന്നപ്പോൾ അവിടെ ആയിട്ട് ഒരു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു റെസ്റ്റോറൻ്റ് ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയായിരുന്നു കേട്ടോ. ദോശയിൽ മസാല ദോശയുടെ മസാലയൊക്കെ ഉണ്ടായിരുന്നു. 2 ദോശ കഴിച്ചു. 30 രൂപ. വർത്തിയാണ്, വർത്തിയുമാണ്, വൃത്തിയുമുണ്ട്. അങ്ങനെ ചെറിയ റെസ്റ്റോറൻ്റ് ആണെങ്കിലും കൊള്ളായിരുന്നു. അങ്ങനെ ഞാൻ തിരികെ ഇങ്ങനെ ഇറങ്ങി നടന്നു വന്ന വഴിക്ക് ഇതാ നോക്കേ, ഇലക്ട്രിക് പോസ്റ്റിൽ കണ്ടില്ലേ മയിലിൻ്റെ ആ ഒരു ശില്പമൊക്കെ ചെയ്തിരിക്കുന്നത്. അത് കൊള്ളാം അല്ലേ. ഞാൻ നടന്ന് വീണ്ടും ആ ഒരു യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. അതായത് ഈ കാണുന്ന വശത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് മെട്രോ ഉള്ളത്. മെട്രോയിൽ കയറി മജസ്റ്റിക് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകണം. ഈ കാണുന്ന ബസ് മജസ്റ്റിക്ക് പോകുന്നതാണ്. മജസ്റ്റിക് ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് KSR ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ബസ്സിൽ പോയി കഴിഞ്ഞാൽ ബ്ലോക്കിൽ പെടുവോ? പണി കിട്ടുമോ? ഇവിടെ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ സമയം 10:40. പെടുവോ? മെട്രോയിൽ പോയി കഴിഞ്ഞാൽ ബ്ലോക്കിൽ പെടാതെ പോകാമായിരുന്നു. പക്ഷേ മെട്രോയിൽ പോകണമെങ്കിൽ അതാ ഈ പാലം കയറി അങ്ങ് അപ്പുറത്തെ ഭാഗത്തായിട്ട് പോകണം. അതൊരു ചടങ്ങാണ്. എന്തായാലും ഈ ബസ്സിലേക്ക് കയറാം അല്ലേ. അങ്ങനെ എന്തായാലും ഞാൻ ബസ്സിലേക്ക് കയറിയിരിക്കുവാണ്. ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. എന്തായാലും മെട്രോയിൽ കയറി പോകുന്നില്ല. യശ്വന്ത്പൂരിൽ നിന്നും KSR ബാംഗ്ലൂരു സ്റ്റേഷൻ വരെ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 23 രൂപയാണ്. ഈ കാണുന്ന പച്ച ബസ്സിൽ, നമ്മൾ കയറിയത് പച്ച ബസ്സിലാണ്, ഇതിൽ 23 രൂപ. 5 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ ദൂരം. സത്യത്തിൽ ഞാൻ ഇങ്ങനെ വന്നത് മൈസൂരേക്ക് ഡയറക്റ്റ് ട്രെയിനുണ്ട്. പക്ഷേ അത് ഒരു ട്രെയിനെ നമ്മുടെ നാട്ടിൽ നിന്നും കാണിക്കുന്നുള്ളൂ. അതായത് കൊല്ലത്ത് നിന്നും ഡയറക്റ്റ് ട്രെയിൻ ഒരു ട്രെയിനേ കാണിക്കുന്നുള്ളൂ മൈസൂരേക്ക്. പക്ഷേ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് കണക്ട് ചെയ്ത് ഒരുപാട് വണ്ടികളുണ്ട്. അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്ത് പോകുന്നത്. സത്യത്തിൽ മൈസൂർ ദസറ കാണാൻ ഏറ്റവും നല്ലൊരു മാർഗം ഈ മാർഗം എന്ന് വേണമെങ്കിലും പറയാം. ഇന്നത്തെ ദിവസം ഹോളിഡേ ആണെങ്കിലും മാർക്കറ്റ് എല്ലാം ആക്റ്റീവ് ആയിരിക്കുവാണ് കേട്ടോ.
അങ്ങനെ ഞാൻ കമ്പഗൗഡ ബസ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്, ബസ് സ്റ്റാൻഡിൽ. ഇനി ഇവിടെ നിന്നും കുറച്ച് മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ UTS ആപ്പ് വഴി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ. ട്രെയിൻ രാജ്യറാണി സൂപ്പർ ഫാസ്റ്റ് ആണ്. സൂപ്പർ ഫാസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഞാൻ സൂപ്പർ ഫാസ്റ്റിൻ്റെ ടിക്കറ്റ് റേറ്റ് എടുത്തിരിക്കുകയാണ്. 80 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 15 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് ഏത് വകയിലാണ് സൂപ്പർ ഫാസ്റ്റ് ആവുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ 80 രൂപ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഓട്ടോയിലെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് വാഴയും അങ്ങനത്തെ പൂമാലയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേപോലെ പല പല വണ്ടികൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെയായിട്ട് സാരിക എന്ന് പറഞ്ഞ ബസ്, അതായത് നമ്മുടെ നാട്ടിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് പോലെയുള്ള ബസ്സുകളാണ് ഈ കാണുന്ന ചുമപ്പും വെള്ളയും ബസ്സുകൾ. അവിടെയായിട്ട് നിർത്തിയിട്ടിരിക്കുന്നില്ലേ, അതെല്ലാം. എന്തായാലും നമുക്ക് അണ്ടർ പാസേജ് വഴി റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് അണ്ടർ പാസേജ് ഉണ്ട്. ഈ വഴി കൂടെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകേണ്ടത്. ഇതിനകത്തായിട്ടെല്ലാം നോക്കി ഒരുപാട് കച്ചവടങ്ങളാണ്. ബാഗും ചെരുപ്പും അങ്ങനെ എല്ലാത്തരം കച്ചവടങ്ങളും ഉണ്ട്. അതിൻ്റെ എല്ലാം റേറ്റും എഴുതി തൂക്കിയിട്ടുണ്ട്. 150 ഫിക്സഡ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് അവിടെ ആയിട്ട് 250. അങ്ങനെ ഞാൻ അണ്ടർ പാസേജ് എല്ലാം പാസ് ചെയ്ത് വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ്. KSR ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ക്രാന്തിവീര സംഗുലി രായന, അതാണ് KSRൻ്റെ ഫുൾ ഫോം. 11:10 ആയിട്ടുണ്ട്. 11:30ക്കാണ് നമ്മുടെ വണ്ടി. എന്തായാലും ഒരു ചായ കുടിക്കണം. മസാല ദോശ, സ്നാക്സ്, ടീ ആൻഡ് കോഫി അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു ചായ കുടിക്കാം. IRCTCയുടെ ചായ, അതും പതയുള്ള ചായ. അത് കൊള്ളാമല്ലോ. 10 രൂപയാണ് ചായയുടെ വില. എന്തായാലും കുടിച്ചു നോക്കാം. പത മാത്രമേ ഉള്ളൂ എന്ന് അറിയണമല്ലോ. സാധാരണ നമ്മൾ ട്രെയിനിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു അത്രയ്ക്ക് മോശമല്ല, കുഴപ്പമില്ല. നേരത്തെ ഞാൻ ധൃതി പിടിച്ച് ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ചായ കുടിക്കാത്ത കാര്യം എന്ന് വെച്ചാലേ, ചായ കുറച്ച് സമാധാനത്തോടെ കുടിക്കേണ്ടതല്ലേ. ഇപ്പോൾ സമയം 11:15 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് ഉറപ്പായിട്ടും 11:30ക്കുള്ള ട്രെയിൻ കിട്ടും. അപ്പോഴും സമാധാനത്തോടെ നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ ഞാൻ ട്രെയിനിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. നമുക്ക് പോകാനുള്ള ട്രെയിനാണ് ഈ കാണുന്നത്. ട്രെയിൻ നമ്പർ 20660. ഇത് സൂപ്പർ ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും മൈസൂർ വരെ പോകുന്നതിന് ജനറൽ കോച്ചിന് സൂപ്പർ ഫാസ്റ്റിൻ്റെ ടിക്കറ്റ് ചാർജ് 80 രൂപയാണ്. അങ്ങനെ കൃത്യം 11:30 തന്നെ നമ്മുടെ ട്രെയിൻ KSR ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 11:30 ട്രെയിനിൽ കയറി. ഉച്ചയ്ക്ക് ശേഷം 2 മണി കഴിഞ്ഞപ്പോൾ മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയൊന്നും കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഇവിടം വരെ എത്തിയത്. ആ തിരക്കിനിടയിൽ ഓരോരോ കച്ചവടങ്ങളും, കപ്പലണ്ടി കച്ചവടവും പിന്നെ സമൂസ കച്ചവടവും, അങ്ങനെ ഓരോരോ പല കച്ചവടങ്ങളായിരുന്നു. അതുകൊണ്ട് അതെങ്ങനെ നടക്കുന്നതെന്നറിയാൻ വയ്യ, അത്രയും തിരക്കിനിടയിലേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലായിട്ട് നിൽക്കുവാണ്. നല്ലൊരു മഴക്കോളുണ്ട് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ഒരു മഴ പെയ്യാം. നോക്കേ, ഭയങ്കരമായിട്ടുള്ളൊരു കോള് കാണുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇടിയൊക്കെ മുഴങ്ങിയായിരുന്നു. എന്തായാലും കാലാവസ്ഥ കൊള്ളാം, വലിയ വെയിലില്ല. എവിടെയായിട്ട് നോക്കേ, ഒരു മോഡേൺ ഫാമിലി. സാധാരണ ഇതേപോലത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെക്കുന്ന പ്രതിമകളെല്ലാം കുറച്ച് ട്രഡീഷണൽ ആയിരിക്കും. പക്ഷേ ഇത് നോക്കേ, ന്യൂജൻ ഫാമിലിയാണ്. കൊള്ളാം അല്ലേ? പോലീസിൻ്റെ ഇടിവണ്ടിയെല്ലാം ഇറക്കിയിട്ടിരിക്കുക കേട്ടോ. പോലീസിനെല്ലാം ഒരുപാട് വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷന് പുറത്തായിട്ട് ഒരു പഴയ ഒരു സ്റ്റീം എൻജിൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം അല്ലേ? അതിന് മുന്നിലായിട്ട് നിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനകത്തായിട്ട് പെയ്ഡ് വെയിറ്റിംഗ് റൂം ഉണ്ട് കേട്ടോ. 1 മണിക്കൂറത്തേക്ക് 50 രൂപയാണ് ചാർജ്. കുട്ടികൾക്ക് 25 രൂപയും. അങ്ങനെ ഞാൻ നടന്ന് നേരെ ആ ഒരു റെയിൽവേ സ്റ്റേഷന് പുറത്തെ ആ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പയ്യെ കാഴ്ചകളെല്ലാം കണ്ട് നടന്ന് ആ ഒരു പാലസിൻ്റെ അടുത്തേക്ക് പോവാം. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടെല്ലാം കണ്ടില്ലേ ഓരോരോ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതെല്ലാം കൊള്ളാം അല്ലേ? അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡിലൂടെ നടന്ന് പാലസിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോഴത്തെ ഇവിടെ ആയിട്ട് നോക്കേ, ഈ ഭാഗത്തെല്ലാം ഓരോരോ ഫുഡ് സ്റ്റാളുകളുണ്ട്. അവിടെ ആയിട്ട് ബിരിയാണിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, തിളച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ മഴ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് കേട്ടോ.
അങ്ങനെ ഞാൻ കുട പിടിച്ച് നടക്കുവാണ്. ഈ കുട ഞാൻ കഴിഞ്ഞ തവണ മൈസൂർ വന്നപ്പോഴും മേടിച്ചതാണ്. 200 രൂപയ്ക്ക് വാങ്ങിയതാണ്. എന്തായാലും ഇവിടെ നിന്നും 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മൈസൂർ പാലസ് ഉണ്ട്. അതേപോലെ തന്നെ 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മഹാരാജ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഫുഡിൻ്റെ എക്സിബിഷൻ ഉണ്ട്. നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിക്കാം. ഇപ്പോൾ സമയം 2:45 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3:30-ക്ക് മുന്നേ ആയിട്ട് നമ്മൾ നടന്നവിടെ എത്തും. എന്തായാലും നമുക്ക് അവിടെ നിന്നും എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബാക്കി ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. അത്യാവശ്യം ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഇത് ഓരോ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? ഞാൻ മാത്രമേ കുട കൊണ്ടുവന്നോളെന്ന് തോന്നുന്നില്ല. ബാക്കി ആരും കുട കൊണ്ടുവന്നിട്ടില്ല. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുവാണ്. ഒരു കാര്യം പറയാം, കർണാടകയിലെ തെരുവ് വഴികളെല്ലാം നല്ല നീറ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ചപ്പ് ചവറുകളോ ഒന്നും കാണില്ല. എന്തായാലും ബാംഗ്ലൂർ ആണെങ്കിലും ഏത് ഭാഗമാണെങ്കിലും അത്യാവശ്യം, അതായത് സിറ്റി പരിസരങ്ങളെല്ലാം നല്ല നീറ്റാണ്. നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന വഴികളാണ് കൂടുതലായിട്ടും ഉള്ളത്. എവിടെയായിട്ട് കണ്ടില്ല, ഇവിടെ എല്ലാം സൈപ്രസ് മരങ്ങളാണ്. അതിൻ്റെ ചുവട്ടിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ലൊരു അനുഭവമാണ്. ഇതെവിടെയായിട്ട് നോക്കിയാൽ കോളാമ്പിക്ക് ഇവിടെ നിരോധനമൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല, പബ്ലിക്കായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പരിപാടികളിലൊന്നും കോളാമ്പി ഇങ്ങനെ പബ്ലിക്കായിട്ട് വെക്കില്ല. അങ്ങനെ നമ്മൾ ഉൾവഴികളിലൂടെ നടന്നു വന്നിട്ട് ഈ കാണുന്ന ബിൽഡിംഗാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫീസ്. DC ഓഫീസ് എന്ന് പറയും, കളക്ടറേറ്റ് എന്ന് പറയും. അങ്ങനെ പല പല പേരുകളുണ്ട്. നല്ല പഴയ ഒരു കെട്ടിടം. ഈ കെട്ടിടത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെയായിട്ട് കന്നുകാലികളൊക്കെ നിന്ന് മേയുവാണ്. കൊള്ളാമല്ലേ? അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. 2 കൊമ്പിലും പെയിൻ്റൊക്കെ അടിച്ചിട്ടേ. അങ്ങനെ നമ്മൾ ആ ഒരു കെട്ടിടം കണ്ടിട്ട് വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെയായിട്ട് ഈ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ. ഇതവിടെയായിട്ട് അതിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? എന്തായാലും അതിൻ്റെ പരിസരമെല്ലാം നല്ല നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഫുട്പാത്ത് എല്ലാം നല്ല വൃത്തിയോടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലം എത്താറായി കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലം എത്താറായി. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതെത്താറായിരിക്കുവാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം 3:30 ആവുന്നുണ്ട്. അവിടെ പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ നമ്മൾ ആ ഒരു ഗ്രൗണ്ടിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. ഇതിനകത്തായിട്ടാണ് ഫുഡ് കോർട്ടുള്ളത്. ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ കച്ചവടങ്ങളാണ്, കണ്ടില്ലേ? നമ്മൾ സാധാരണ എക്സിബിഷനിൽ കാണുന്ന പലതരം കച്ചവടങ്ങൾ. സത്യത്തിൽ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ശരിക്കും ഒരു എന്തോ പറയുന്നത്, ഒരു ഉത്സവത്തിന് വന്നൊരു ഫീല് തോന്നി തുടങ്ങിയത്. അങ്ങനെ വരിയായിട്ടെല്ലാം കാണുന്നത് ഓരോ ജ്യൂസ് കടകളും പിന്നെ അല്ലാതെ സ്നാക്സ് കടകളും എല്ലാം ഉണ്ട്. ഇത് അവിടെ ആയിട്ട് ആ കാണുന്നത് പാവ് ബജ്ജിയും പിന്നെ പാനിപൂരി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കച്ചവടം ചെയ്യുന്ന ഒരു സ്റ്റാളാണ്. ഇത് എവിടെയായിട്ട് കണ്ടില്ലേ, 50 രൂപയ്ക്ക് ഷവർമ, പനീർ ചീസ് ഷവർമ 50 രൂപ. അവിടെ ഓരോ ഫില്ലിങ്സ് എല്ലാം വെച്ച് കസ്റ്റമറിന് കൊടുക്കുവാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ബിരിയാണിയുടെ സെക്ഷനാണ്. ഇതാ കണ്ടില്ലേ, മൈസൂര് ബിരിയാണി, പിന്നെ ഏതൊക്കെ ടൈപ്പ് ബിരിയാണികളുണ്ട്. കാണ്ടേ വെജിറ്റബിൾ ബിരിയാണി, അതാർക്ക് വേണം, എഗ് ബിരിയാണി, അങ്ങനെ പല പല ബിരിയാണികളുടെ ബോർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നുഗ്ഗേക്കായ് ബിരിയാണി, അതെന്താ സംഭവം? എന്തൊക്കെയോ ഐറ്റംസ്, മഷ്റൂം ബിരിയാണി, കണ്ടില്ലേ? അങ്ങനെ ഓരോ ബോർഡുകൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നത് കൊണ്ടേ കസേരകളെല്ലാം കാലിയാണ്. മാത്രമല്ല ഇപ്പോഴേ അതിനുള്ള സമയമായിട്ടില്ലായിരിക്കും, എല്ലാവരും രാത്രിയായിരിക്കും ഇറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, നടക്കാൻ പോലും സ്ഥലം കാണില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലെ ഇതിൻ്റെ പ്രൊമോഷനും എല്ലാം കണ്ടിട്ട് ആൾക്കാർ പേടിച്ചു പോയെന്ന് തോന്നുന്നു കേട്ടോ. വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കുറേ ആൾക്കാരൊന്നും വരാത്തത്. അത് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. ചിലപ്പോൾ രാത്രിയാവുമ്പോൾ ആൾ കൂടാനും സാധ്യതയുണ്ട്. മഴ പെയ്യുന്നത് കൊണ്ട് എല്ലാവരും കൂടെ അവിടെ ആയിട്ടൊരു പന്തലിൻ്റെ താഴെ കയറി നിൽക്കുവാണ്. അവിടെ ആയിട്ട് ഫൊസ്തോക്ക് ബിരിയാണി, എന്താ സംഭവം? ആടിൻ്റെയും കോഴിയുടെ എല്ലാം ഫോട്ടോസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അവിടെ ആയിട്ട് ഒന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്, അറേബ്യൻ വെജ് ബിരിയാണി എന്ന്. അറേബ്യൻ വെജ് ബിരിയാണിയോ? അറബികൾ കേൾക്കരുത്. ഇവിടെയായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, 40 രൂപ. ദോശയിൽ ചെയ്യുന്നൊരു സംഗതിയാണ് കേട്ടോ. ദോശയിൽ നെയ്യോ അങ്ങനെ എന്തോ ഒരു സംഗതി ചെയ്തിട്ട് സംഗതി പുരട്ടിയിട്ട് അതിനകത്തൊരു സംഭവം എടുത്ത് വെക്കും, കണ്ടില്ലേ? അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ ദോശ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 40 രൂപയാണ് വില. ഇതെവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ വെച്ചിട്ടാണ് തരുന്നത്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കിരിമിര കരിമിര എന്ന് കേൾക്കുന്നുണ്ട് സൗണ്ട്. ചട്നിയിൽ മുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ നെയ് റോസ്റ്റ് കഴിക്കത്തില്ലേ, ഏകദേശം ആ ഒരു ടേസ്റ്റാണ്. പക്ഷേ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. നെയ് റോസ്റ്റിനെക്കാട്ടി കുറച്ചും കൂടെ ആ ഒരു നെയ്യുടെയും ബട്ടറിൻ്റെയും ഒക്കെ മണമുണ്ട്. കൊള്ളാം. അങ്ങനെ ലൈറ്റായിട്ട് ദോശ കഴിച്ചിരിക്കുവാണ്. ഇവിടെയായിട്ട് നോക്കേ, ഒരു വലിയൊരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. അതിന് മുന്നിലായിട്ട് കസേരകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. മഴ പെയ്തപ്പോൾ എല്ലാവരും ഇതിനകത്തായിരുന്നു കയറി നിന്നത്. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോകാം അല്ലേ? അങ്ങനെ കുറേ നേരം ഞാൻ ഈ ഒരു സ്റ്റേജിനകത്ത് ഇരുന്ന് കേട്ടോ. ഇപ്പോൾ സമയം 5:45 അവിടെ നല്ല സോഫയൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതേപോലത്തെ സോഫയിലെല്ലാം ഇരുന്ന് കുറേ നേരം റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എടുക്കാൻ വേണ്ടി വലിയ ജോലിയൊന്നും ചെയ്തില്ല, എന്നാലും നേരത്തെ ഒരു മഴയുടെ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ അതിനകത്തിരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് നോക്കേ, കിളിയൊക്കെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, കിളിയൊക്കെ കയ്യിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കും. അത് കൊള്ളാമല്ലോ. തലയിലൊക്കെ വെക്കുക. കൊള്ളാമല്ലോ. ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് കേട്ടോ. അത് ഇണങ്ങി നിൽക്കുവാണ് കേട്ടോ, വേറെ അങ്ങോട്ടും പറന്ന് പോകുന്നില്ല. ഓക്കെ, കയ്യിൽ തന്നെ ഇരിക്കുവാ. നോക്കി, എങ്ങോട്ടും പറന്ന് പോകുന്നില്ല. എല്ലാവരുമായിട്ടും നല്ല ഇണങ്ങിയിരിക്കുവാണ്. അത് കൊള്ളാം അല്ലേ? അദ്ദേഹത്തിനൊരു ടിപ്പ് കൊടുത്താൽ മതി, ഇങ്ങനെ കയ്യിലേക്ക് വെക്കാൻ തരും. വൈകുന്നേരം ആയപ്പോഴിതാ ഇതെല്ലാം ആക്റ്റീവ് ആയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഓരോരോ ആക്ടിവിറ്റികളും ആക്റ്റീവ് ആയിരിക്കുകയാണ്. അതിനകത്ത് പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. ഇതാ ഈ കാണുന്ന സംഗതി ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അരക്കുവല്ലി എന്ന് പറഞ്ഞ സ്ഥലം, ആന്ധ്രാപ്രദേശിലെ അരക്കുവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴേ ബാംബു ബിരിയാണി കഴിച്ചായിരുന്നു. അതിൻ്റെ ഒരു സ്റ്റാളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, മുളയിൽ ബിരിയാണി എല്ലാം പുറത്തേക്ക് വരുന്നത്. ഇവിടെ എന്താ ഒരു ആൾക്കൂട്ടം. ഇവിടെ 50 രൂപ ഷവർമ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? എന്തായാലും നമുക്കും ഒരെണ്ണം വാങ്ങി കഴിക്കാം. നേരത്തെ കഴിച്ച ദോശ കത്തിപ്പോയി. എന്തായാലും ഒരു ഷവർമ വാങ്ങാം. അങ്ങനെ ഞാനും ഒരു പനീർ ഷവർമ വാങ്ങുവാണ്. എന്തായാലും ഞാൻ പനീർ ഷവർമ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും കഴിച്ചു നോക്കാം. ഇതായോണ്ടേ ഇങ്ങനെ നടന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ലായിരുന്നല്ലോ. ചിക്കൻ്റെ തട്ട് താണ് തന്നെ നിൽക്കും. എന്നാലും കുഴപ്പമില്ല, 50 രൂപയല്ലേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴേലും വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, നഷ്ടം വരത്തില്ല. 50 രൂപയല്ലേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, ഇപ്പോഴും നേരം ഇരുട്ടി വരുന്നുണ്ട്. നേരം ഇരുട്ടി വരുമ്പോഴാണ് ശരിക്കും ആ ഒരു ഉത്സവ വൈബ് ഫീൽ ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഈ ലൈറ്റെല്ലാം ഇട്ടപ്പോഴേ മൊത്തത്തിൽ ഒരു വൈബായിട്ടുണ്ട്. കുറച്ചും കൂടി ഇരുട്ടുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അങ്ങനെ ഞാൻ ആ ഒരു ഗ്രൗണ്ടിൻ്റെ പുറത്തെ ഫുട്പാത്തിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ ആയിട്ട് നോക്കേ, ഓരോരോ സംഗതികളിലും ലൈറ്റൊക്കെ ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ടല്ലേ. നേരം ഇരുട്ടിയപ്പോഴ് ഇതാ കണ്ടില്ലേ, എല്ലാം മിന്നി തിളങ്ങുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു മഹാരാജ ഗ്രൗണ്ടിൽ നിന്നും മൈസൂർ പാലസിലേക്ക് നടന്നു പോവുകയാണ്. മൈസൂർ പാലസിൽ ലൈറ്റൊക്കെ ഇട്ടിരിക്കും. ഈ സമയം ഇരുട്ടി വന്നതുകൊണ്ടേ പാലസിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റൊക്കെ ഇട്ടിരിക്കും. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഈ മഹാരാജ ഗ്രൗണ്ടിൽ നിന്നും ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ ഈ ഞാൻ പറഞ്ഞ മൈസൂർ പാലസിലേക്ക്. എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടന്നിട്ട് വരാം. ഇതാ കണ്ടില്ലേ, നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് നല്ല മനോഹരമായിട്ട് ഓരോരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. ലൈറ്റൊക്കെ ഇട്ട് നല്ലതുപോലെ അലങ്കരിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കാൻ നല്ലൊരു രസമുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ അങ്ങിങ്ങായിട്ടെല്ലാം ഇതേപോലെ LED ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ലൈവ് കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഓരോരോ വഴികളും മനോഹരമായിട്ട് ലൈറ്റെല്ലാം ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നമുക്ക് ആ ഒരു മൈസൂർ പാലസിന് അങ്ങോട്ടേക്ക് പോവാം.
ദാ ഇവിടെയായിട്ട് നോക്കേ, ചോക്ലേറ്റ് കോഫി. എന്നാലും ഈ ഒരു ബിൽഡിങ്ങും കാണാൻ ഒരു പ്രത്യേകതയുണ്ടല്ലേ, പഴയ നിർമ്മിതി. അങ്ങനെ ഞാൻ നടന്ന് മൈസൂർ പാലസിനടുത്ത് വന്നു കേട്ടോ. ഇത് അവിടെയായിട്ട് നോക്കേ, ഡബിൾ ഡെക്കർ ബസ്സിൽ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുവാണ്. അത് കൊള്ളാമല്ലേ, നല്ല നീറ്റായിട്ടുള്ളൊരു ബസ്. ഇതാ കണ്ടില്ലേ, പാലസിന് ചുറ്റുമുള്ള വഴികളെല്ലാം നല്ല മനോഹരമായിട്ട് ലൈറ്റുകളെല്ലാം ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു പാലസിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ എല്ലാം പോയി നോക്കിയിട്ട് വരാം. ഇതാ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ മരങ്ങൾക്കിടയിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ, ആ ഒരു പാലസിലിട്ടിരിക്കുന്ന ലൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് ശരിക്കും ഫ്രണ്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ നടന്നൊരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നോക്കേ, ഇവിടെ ആയിട്ട് ആ ഒരു മണ്ഡപം എല്ലാം നല്ല മനോഹരമായിട്ട് ലൈറ്റുകളെല്ലാം ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തായിട്ടും അങ്ങനെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ പറയണമെന്നില്ലല്ലേ. ഇതാ നോക്കേ, ഈ ഒരു വഴി നോക്കേ, അടിപൊളിയായിട്ടുണ്ടല്ലേ, ഒരുപാട് ദൂരെയായിട്ട് ഇങ്ങനെ ലൈറ്റുകൾ നോക്കേ, ഇഷ്ടം പോലെ ഉണ്ട്. കൊള്ളാം അല്ലേ. ഇതാ കണ്ടില്ലേ, ഓരോരോ വഴികൾ ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുന്നത്. എന്തായാലും കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നടന്ന് ആ ഒരു മൈസൂർ പാലസിന്റെ ഫ്രണ്ടിലേക്ക് പോവാം. ഈ ഒരു തിരക്ക് വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന്. ഭയങ്കര തിരക്കാണ്. ആ ഒരു ഒഴുക്കിന്റെ കൂടെ നടന്നു പോയെങ്കിലേ ഉള്ളു കേട്ടോ. അതിനിടയിൽ കൂടെ ബൈക്കും മോട്ടോ എല്ലാം ഇരച്ചു കയറി വരുന്നുണ്ട് ഇത്രയും തിരക്കിനിടയിലും. അങ്ങനെ ഞാൻ നടന്ന് ഏകദേശം ആ ഒരു പാലസിന്റെ ഒരു വ്യൂ ഉള്ള സ്ഥലത്ത് വന്നിരിക്കുവാണ്. ഭയങ്കര ബഹളം കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തോ. ഇപ്പോഴ് അകത്തേക്ക് പ്രവേശനമില്ല, ഏകദേശം ഇവിടെയൊക്കെ നിന്ന് കാണാം, അത്രേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, ഇവിടെ നിന്നും അകത്തേക്കാണ് ശരിക്കും ആ ഒരു വ്യൂ ഉള്ളത്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു മാർഗം ഉണ്ടോ നോക്കാം. വേറൊരു വ്യൂ ഉണ്ട്, നമുക്ക് നോക്കാം. അങ്ങോട്ടേക്കൊന്ന് പോയേ നല്ലതുപോലെ കാണാൻ പറ്റുമെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു അവിടെ ചെന്നാലും ഇങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാമല്ലേ ഈ അറേഞ്ച്മെന്റ്സ്. സത്യത്തിൽ കറണ്ടിന്റെ കണ്ടുപിടുത്തമാണ് എല്ലാത്തിനും ഇത്രയും ഭംഗി വന്നത് അല്ലേ, ഇല്ലെങ്കിൽ എന്താ ചെയ്തേനെ. അങ്ങനെ ഞാൻ നടന്ന് വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുവാണ്. ഇതെവിടെയായിട്ട് നോക്കേ, ആ ഒരു പാലസിന്റെ എല്ലാം ഏകദേശം ഒരു വ്യൂ കാണുന്നുണ്ട്. ഏകദേശം ഒരു നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് സത്യത്തിൽ എനിക്ക് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ ഭംഗി നേരിട്ട് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെയാണ് എല്ലാവരും നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇതാണ് ശരിക്കും ഒരു വ്യൂ. അടിപൊളിയല്ലേ. ഇനി ഇതേപോലെ അടുത്ത വർഷമേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും കൊള്ളാം അല്ലേ. യെസ്, നമ്മൾ ശരിക്കും ഫ്രണ്ടിൽ വന്നിരിക്കുവാണ്. സൂം ചെയ്ത് നോക്കാം. ഓ, ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് സൂം ചെയ്യുന്നത്. ആൾക്കാർ ഇടിച്ചിടിച്ച് നടക്കുക. ബാഗിൽ നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ എടുത്തോണ്ട് പോകുന്ന പോലെയൊക്കെ തോന്നുന്നു. അങ്ങനെ ഞാൻ മൈസൂർ പാലസിനടുത്ത് നിന്നും ലൈറ്റ് എല്ലാം കണ്ടതിന് ശേഷം മൈസൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു റൂട്ടിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ എല്ലാമായിട്ട് കച്ചവടങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുവാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. കണ്ടില്ലേ, കുപ്പിയും പ്ലാസ്റ്റിക് കുപ്പിയും കളർ കുപ്പിയും എല്ലാം ഉണ്ട്. കളർ ബൊമ്മകൾ, കുട്ടികളെ ആകർഷിക്കുന്ന പല ടൈപ്പ് കച്ചവടങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു വൈബിൽ, ഈ ഒരു തിരക്കിൽ ഇങ്ങനെ നടക്കാൻ. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് മൈസൂർ KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെയും ഒരു രക്ഷയില്ലാത്ത ആളാണ്, കണ്ടില്ലേ. ബസ്സിലൊക്കെ കയറി എങ്ങോട്ടേലും പോകുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഒരു രസമാണ്, ഒരു ഉത്സവ വൈബ്, നല്ലതല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്ന വഴിക്ക് ഒരു സബ്സ്ക്രൈബറിനെ പരിചയപ്പെട്ടു കേട്ടോ. ആ പുള്ളി ഇവിടെ ഈ മൈസൂർ സെറ്റിലായിരിക്കുവാണ്. അങ്ങനെ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്രോൺ ഷോ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോഴങ്ങോട്ടേക്ക് ഞാൻ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബൈക്ക് ഇപ്പോഴും വരും. ഒരു 80 രൂപയാണ് ബൈക്കിന് ചാർജ്. അപ്പോഴും ബൈക്ക് വരും, നമുക്ക് ബൈക്കിൽ കയറി ആ ലൊക്കേഷനിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഡ്രോൺ ഷോ ഒക്കെ കാണാം. സത്യത്തിൽ അത് മിസ്സായി പോകുന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴെന്തായാലും നമുക്ക് അതും കൂടെ കാണാം. യെസ്, അങ്ങനെ നമുക്കൊരു ബൈക്ക് കിട്ടിയിട്ടുണ്ട്. റാപ്പിഡോ വഴി വന്ന ബൈക്കാണ്, അതിൽ കയറിയിരിക്കുവാണ്.
അങ്ങനെ ഞാൻ ഇന്നലെ ഡ്രോൺ ഷോ എല്ലാം കണ്ടിട്ട് റൂമിൽ വന്നു. റൂമെന്ന് പറയുന്നത് ഇവിടെ കാർമൽ ഭവൻ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. പള്ളിയുടെ പേര് നമുക്ക് ആ ഒരു ആർച്ചിൽ വായിക്കാം. ഈ പള്ളിയുടെ റൂം അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. സബ്സ്ക്രൈബർ ഒരു പള്ളിയിലച്ഛനാണ്. അങ്ങനെ ആ ഒരു പള്ളിയിലച്ഛനാണ് ആ റൂം അറേഞ്ച് ചെയ്ത് തന്നത്. നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ പുറത്തേക്ക് വന്നിരിക്കുവാണ്. നല്ല വെയിലുണ്ട്. നോക്കണം നമുക്ക് എന്താ പ്ലാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് ചെയ്യാം. പിന്നെ ഈ ഡ്രോൺ ഷോയും നമ്മൾ ഈ വരുന്ന വഴിക്കുള്ള ലൈറ്റുകളും എല്ലാം ഉണ്ടല്ലോ, ഒരു രക്ഷയുമില്ല. അത് ഞാനിങ്ങനെ വീഡിയോയിലൂടെ പറയുന്നത് പോലെയല്ല. അത് ഞാൻ പറയാനുള്ള കാര്യം, ഞാൻ പല സ്ഥലങ്ങളിലും വലിയ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയി നിന്നിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ വീഡിയോയിലൂടെ അത് കാണുമ്പോൾ ചിലപ്പം ചില ആളുകൾക്ക് അത് അത്ര ഭംഗിയായിട്ട് തോന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ വലിയ കൊക്കയൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ, അത് പക്ഷേ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞത് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് അത് കാണുന്നവർക്ക് എത്രമാത്രം മനസ്സിലാവും എന്നുള്ള കാര്യം അറിയില്ല. കാര്യം റോഡിലൂടെ പോകുമ്പോൾ എല്ലാ ഭാഗത്തായിട്ടും എന്ന് വെച്ചാൽ ഓരോരോ വഴികളിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ലൈറ്റുകളൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നേർക്കാഴ്ചയിൽ കാണുമ്പോഴുണ്ടല്ലോ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. വരിയായിട്ട് ദൂരെയായിട്ട് ഇങ്ങനെ പല കളർ ലൈറ്റുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഉത്സവത്തിനൊക്കെ ലൈറ്റ് അറേഞ്ച് ചെയ്യുമല്ലോ, ആ ഒരു രീതിയേ അല്ല. നമ്മൾ ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ മൈസൂർ പാലസ് കാണാൻ പോകുമ്പോൾ ഈ ഒരു ദസറ സമയത്ത് ഭയങ്കര ലൈറ്റ് എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ നമ്മളിങ്ങനെ വിചാരിക്കും ലൈറ്റ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ല കേട്ടോ. നല്ല പൈസ ചിലവാക്കി നല്ല ഭംഗിയിൽ ഒരുപാട് ദൂരെയായിട്ട് പല ഡിസൈനിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് സത്യത്തിൽ നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ആ ഒരു ലൈറ്റിനെ കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോഴെന്തായാലും നമുക്ക് പിറ്റേ ദിവസം രാവിലെ 10:15 രാവിലെ എന്തെങ്കിലും കഴിക്കണം. ഈ വീഡിയോ ഞാൻ ചിലപ്പോഴേ കണ്ടിന്യൂ ചെയ്യുള്ളൂ, ചിലപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുമായിരിക്കും. കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും തുടർച്ചയായിട്ട് കാണും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.